അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. അൽഹംദുലില്ലാ. പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ ഇന്ന് നിങ്ങൾക്ക് നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും നിറവേറാൻ പറ്റിയ ഒരു അത്ഭുത സൂറത്ത് പരിചയപ്പെടുത്തി തരാം. ഈ സൂറത്തിൻ്റെ മഹത്വങ്ങൾ കേട്ടാൽ നിങ്ങൾ ഇത് പാരായണം ചെയ്യാതിരിക്കില്ല. ഉറപ്പായിട്ടും നിങ്ങളുടെ മനസ്സിലുള്ള ഹലാലായ മുറാദുകൾ സ്വാദിപ്പിച്ച് കിട്ടും. ഈ സൂറത്ത് ആരെങ്കിലും 1000 വട്ടം ചൊല്ലിയിട്ട് ഖുർആൻ ഓതിയിട്ട് എന്നിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്താൽ ആ മനുഷ്യന് പിന്നെ നമ്മുടെ മുത്തു ഹബീബ് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമെ സ്വപ്നത്തിൽ കാണാതെ മരിക്കുകയില്ല എന്നതാണ് സത്യം. അത്രയ്ക്ക് മഹത്വമുള്ള ഒരു സൂറത്ത് തന്നെയാണ്. ഈ സൂറത്തിൻ്റെ മഹത്വം നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും. അത്രയ്ക്ക് മഹത്വമുണ്ട്. ഒരുപാട് പേർക്ക് ഇത് അനുഭവിച്ചറിയാനായിട്ടുണ്ട്. ഈ സൂറത്ത് ആരെങ്കിലും ദാരിദ്ര്യമുള്ളവനാണ് ഓതുന്നതെങ്കിൽ അവൻ്റെ ദാരിദ്ര്യം അള്ളാഹു മാറ്റിത്തരും. അല്ലെങ്കിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ പാരായണം ചെയ്യുന്നതെങ്കിൽ അവൻ്റെ പ്രയാസം അള്ളാഹു മാറ്റിത്തരും. ദുഃഖം അനുഭവിക്കുന്നവൻ്റെ ദുഃഖം മാറ്റിത്തരും. അസുഖം അനുഭവിക്കുന്നവൻ്റെ അസുഖം മാറ്റിത്തരും. സമ്പത്തില്ലാതെ ഞെരുങ്ങി ജീവിക്കുന്നവൻ്റെ സമ്പത്ത് വർദ്ധിക്കും. അതുപോലെ കടമുള്ളവൻ്റെ കടം വീട്ടിൽ കിട്ടും. നമ്മളിത് എവിടെയെങ്കിലും പുറത്ത് പോകുമ്പോഴാണ് ചൊല്ലുന്നതെങ്കിൽ നമ്മളെ അള്ളാഹു സംരക്ഷിക്കും. അതുപോലെ നമ്മളൊരു കാര്യത്തിൽ ഇറങ്ങുമ്പോൾ ഈ ഒരു സൂറത്ത് ഓതിയിട്ടാണ് നമ്മൾ ഇറങ്ങുന്നതെങ്കിൽ അള്ളാഹു നമുക്ക് ആ ഒരു കാര്യത്തിൽ ഹൈറും ബറക്കത്തും വിജയവും തരും. അത്ഭുത ഫലമുള്ള ഒരു സൂറത്താണിത്. ഈ സൂറത്ത് ഓതിയാൽ ഒരുപാട് കറാമത്തുകൾ നമ്മുടെ ജീവിതത്തിലും സംഭവിക്കാം. നമ്മൾ ജീവിതത്തിൽ എന്ത് കാര്യം നടക്കണമെങ്കിലും നമ്മൾ ഓരോരോ അമല് ചെയ്ത് ദുആ ചെയ്യുമ്പോൾ അത് ജീവിതത്തിൽ പതിവാക്കിയാലാണ് നമുക്കതിനുള്ള ഫലം കിട്ടുകയുള്ളൂ. ഈ സൂറത്ത് നിങ്ങൾ പാരായണം ചെയ്യുക. ദിവസം ഒരു വട്ടമെങ്കിലും നിങ്ങൾ ഓതിയാൽ, പതിവായിട്ട് ഓതിയാൽ നിങ്ങളുടെ ജീവിതം മാറും. നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം തന്നെ ഉണ്ടാവും. ഒരു വട്ടം ഓതുമ്പോൾ തന്നെ ഇത്രക്കും ഫലം കിട്ടുന്ന സൂറത്താണെങ്കിൽ നമുക്കൊരു ദിവസം ഈ കുഞ്ഞു സൂറത്ത് ഒരു 100 വട്ടം അല്ലെങ്കിൽ ഒരു 33-41 വട്ടമൊക്കെ നമുക്ക് പാരായണം ചെയ്യാൻ സിമ്പിളായിരിക്കുമല്ലോ. ഒരു 5 മിനിറ്റ് മതിയാവും. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഇത് പതിവാക്കാനായിട്ട്. ഉറപ്പായിട്ടും നമ്മളിപ്പോൾ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരും. ആരെങ്കിലും ഇങ്ങനെ ഓതിക്കഴിഞ്ഞാൽ അവൻ്റെ ജീവിതത്തിലുള്ള എല്ലാ കാര്യങ്ങളും അള്ളാഹു ഹൈറായ രീതിയിൽ നടത്തിത്തരും. സുബഹിയുടെ സമയത്ത് ആരെങ്കിലും തഹജ്ജുദ് നിസ്കരിച്ചിട്ട് ഈ ഒരു സൂറത്ത് പതിവാക്കുകയാണെങ്കിൽ, ഒരു 100 വട്ടം ഓതുകയാണെങ്കിൽ അവൻ്റെ ഹലാലായ മുറാദുകൾ അള്ളാഹു സാധിപ്പിച്ചു തരും. ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുകയും ചെയ്യുക ഈ സൂറത്ത് ഓതിയിട്ട്. ആരെങ്കിലും രാവിലെയും വൈകുന്നേരവും ഓതുകയാണെങ്കിൽ ഒരു 3 വട്ടം അല്ലെങ്കിൽ ഒരു 5 വട്ടമൊക്കെ ഓതുകയാണെങ്കിൽ അവന് പോലും അറിയാതെ അവൻ്റെ കാര്യങ്ങൾ അള്ളാഹു നടത്തിത്തരും. അവൻക്ക് ദാരിദ്ര്യം ഉണ്ടാവില്ല, വിശാലത ഉണ്ടാവും. ഭക്ഷണം അവന് പോലും അറിയാതെ അള്ളാഹു എത്തിച്ചു കൊടുക്കും. അത്രക്കും ഫലമുള്ള ഒരു സൂറത്താണ് ഈ സൂറത്ത്. നിങ്ങൾക്ക് ആഗ്രഹങ്ങൾ നിറവേറാൻ വേണ്ടിയാണ് ഓതേണ്ടതെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഓതിയാൽ മതി. നിങ്ങൾ അർദ്ധരാത്രിയിൽ തഹജ്ജുദിൻ്റെ സമയത്ത് എഴുന്നേൽക്കുക. തഹജ്ജുദ് നിസ്കരിച്ച് 5 വക്ത് നിസ്കാരം കളാക്കാതെ നിസ്കരിക്കണം. എന്നിട്ട് വേണം ദുആ ചെയ്യാനായിട്ട്. എന്നാലാണ് ദുആയ്ക്ക് ഫലം ഉണ്ടാവുകയുള്ളൂ. തഹജ്ജുദിൻ്റെ സമയം തഹജ്ജുദ് നിസ്കരിച്ച് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്തിട്ട് ഒരു ഹാജത്തിൻ്റെ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം നിസ്കരിച്ച് ആ ഒരു നിസ്കാരപ്പായയിൽ നിന്നിട്ട് ഈ ഒരു സൂറത്ത് ഓതുക. നിങ്ങൾ ഓതേണ്ട സൂറത്ത് ഖദർ സൂറത്താണ്. നാഉ ഫീ ലൈലത്തുൽ ഖദർ എന്ന് തുടങ്ങുന്ന സൂറത്ത് നിങ്ങൾ പാരായണം ചെയ്യുക. നിങ്ങൾക്ക് എത്രയാണോ കഴിയുക, 101 അല്ലെങ്കിൽ 113, 313 എത്രയാണോ നിങ്ങൾക്കാവുക അത്ര നിങ്ങൾ ഓതുക. ഓതുന്നതിന് മുന്നേ ഇസ്തിഗ്ഫാർ സ്വലാത്തും ഒക്കെ ചൊല്ലിയിട്ട് അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുക. അർദ്ധരാത്രിയിലാകുമ്പോൾ നമ്മുടെ ദുആ അള്ളാഹു സ്വീകരിക്കും. അള്ളാഹു മാത്രമായിരിക്കും നമ്മുടെ ദുആ കേൾക്കുന്നത്. ഉറപ്പായിട്ടും നമ്മുടെ ദുആ തട്ടിക്കളയില്ല. അർദ്ധരാത്രിയിൽ എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിച്ച് ഈ സൂറത്തൊക്കെ ഓതി സലാത്തൊക്കെ ഓതിയിട്ട് അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുക. ശേഷവും സലാത്ത് ചൊല്ലുക. ഇങ്ങനെ നിങ്ങൾ ഒരു ദിവസം ചെയ്ത് നിങ്ങൾക്ക് ഉത്തരം കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പരാതിപ്പെടരുത്. നിങ്ങളുടെ ജീവിതത്തിൽ ഇത് പതിവാക്കുക. ഒരു 3 ദിവസം, 7 ദിവസം, 21 ദിവസം അങ്ങനെ കണ്ടിന്യൂ ആയിട്ട് ജീവിതത്തിൽ ചൊല്ലി നോക്കുക. ഉറപ്പായിട്ടും അള്ളാഹു സ്വാധിപ്പിച്ചു തരും. ഈ സൂറത്ത് ഓതിയിട്ട് ആരും പരാജയപ്പെട്ടിട്ടില്ല. ഒരുപാട് കറാമത്തുള്ളൊരു സൂറത്ത് തന്നെയാണ്. നമ്മൾ വീട്ടിൽ നിന്ന് ഒരു
ആവശ്യത്തിന് പുറപ്പെടുമ്പോൾ നമ്മൾ ഈ സൂറത്ത് ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ എന്നൊക്കെ ചൊല്ലി നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ശേഷം നമ്മൾ ഈ ഒരു സൂറത്തും കൂടി ഓതുക. ഖദർ സൂറത്ത്. നമ്മൾ എവിടെയാണോ പോകുന്നത്, എന്തിനാണോ പോകുന്നത്, ആ ഒരു കാര്യം അള്ളാഹു നമുക്ക് ഹൈറായ രീതിയിൽ സാധിപ്പിച്ചു തരും. ഒരു ബുദ്ധിമുട്ടും നമ്മൾ എവിടെയും അനുഭവപ്പെടുകയില്ല. അതുകൊണ്ട് ജീവിതത്തിൽ ഇത് പതിവാക്കുക. ഈ സൂറത്ത് നമുക്ക് എങ്ങനെയും ചൊല്ലാം. ആഗ്രഹങ്ങൾ നിറവേറാനായിട്ട് ഒരുപാട് പ്രാവശ്യം ചൊല്ലിയിട്ട് ദുആ ചെയ്യാം. നമ്മുടെ മുത്തു ഹബീബിനെ സ്വപ്നത്തിൽ കാണാനായിട്ട് ആർക്കാണ് ആഗ്രഹമില്ലാണ്ടിരിക്കുക? അപ്പോൾ മുത്തു ഹബീബിനെ സ്വപ്നത്തിൽ കാണാനായിട്ട് ഈ ഒരു ഖദർ സൂറത്ത് 1000 പ്രാവശ്യം നേർച്ച വെച്ച് ഓതി സ്വലാത്തൊക്കെ ചൊല്ലി ദുആ ചെയ്തിട്ട് ഓതിയാൽ ഉറപ്പായിട്ടും നമുക്ക് മരിക്കുന്നതിന് മുന്നേ ഒരു ദിവസം മുത്തു ഹബീബ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വപ്നത്തിൽ സന്ദർശിക്കാനാവും. അള്ളാഹു എനിക്കും നിങ്ങൾക്കും അതിനുള്ള ഭാഗ്യം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇൻഷാ അല്ലാഹ് ഇത് ജീവിതത്തിൽ പതിവാക്കുക. അതുപോലെ ഈ സൂറത്ത് ഒരു ദിവസം ഒരു വട്ടമെങ്കിലും നിങ്ങൾ പാരായണം ചെയ്യാൻ ശ്രമിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും. അതുകൊണ്ട് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അവർ ഈ ഒരു സൂറത്ത് ഈ വീഡിയോ കേട്ട് നിങ്ങൾ ഷെയർ ചെയ്തത് കാരണം കേട്ടിട്ട് ഒരു വട്ടമെങ്കിലും പാരായണം ചെയ്താൽ അതിൻ്റെ പ്രതിഫലം നിങ്ങൾക്കും കൂടി കിട്ടും, നിങ്ങൾക്കും കിട്ടും, എനിക്കും കിട്ടും. ഇൻഷാ അല്ലാഹ് നമ്മുടെയൊക്കെ ഇരു ലോകവും അള്ളാഹു വിജയത്തിലാക്കി തരട്ടെ. ഖബർ ജീവിതം വിശാലമാക്കി തരട്ടെ എന്ന് ദുആ ചെയ്യുന്നു. ഇൻഷാ അല്ലാഹ് പരസ്പരം ദുആ ചെയ്യുക. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ്.